ഈ പീരീഡ്സ് ആവാത്ത സ്ത്രീകൾ ഉണ്ടാവില്ല, അല്ലെങ്കിൽ പീരീഡ്സിന്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സ്ത്രീകൾ ഉണ്ടാവുമല്ലോ. അപ്പൊ ഇപ്പൊ കൂടുതലും ഈ PCOD PCOS എന്നുള്ള പ്രശ്നങ്ങളാണ് കൂടുതലും സ്ത്രീകളിൽ ഈ പീരീഡ്സ് സംബന്ധമായിട്ട് വരുന്നത്. ഈ പീരീഡ്സിന്റെ പ്രശ്നങ്ങളെ എന്തെങ്കിലും ഒരു റെമഡീസ് ഉണ്ടോ ഈ ആയുർവേദത്തിൽ? ആയുർവേദത്തിൽ പീരീഡ്സിൻ്റെ ഡിലേ വരുന്നത് എന്തുകൊണ്ടാണെന്ന് സ്പെസിഫിക് ആയിട്ട് നമുക്ക് ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ അറിയാനുള്ള സംവിധാനങ്ങളുണ്ട്. ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്യാം, അവരുടെ സ്കാനിങ് ചെയ്യാം. ഇത് ചെയ്തിട്ട് എന്തുകൊണ്ടാണ് അവരുടെ പീരീഡ്സ് ഡിലേഡ് ആവണമെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിന് കൊടുക്കാനുള്ള സ്പെസിഫിക് റെമഡീസ് ഉണ്ട്. അതിന് നമ്മൾ മരുന്നുകളായിട്ടാണ് കൊടുക്കുക. അത് ഓരോരുത്തർക്കും എന്താണ് ബുദ്ധിമുട്ട് എന്ന് അറിഞ്ഞതിന് ശേഷം മരുന്നുകൾ, പിന്നെ ആഹാരത്തിലുള്ള കുറച്ച് മാറ്റങ്ങൾ നമ്മൾ അഡ്വൈസ് ചെയ്യും. ഈ പറഞ്ഞ പോലെ PCOS ഉള്ളവർക്ക് മിക്കവർക്കും വെയിറ്റ് ഗെയിൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിന് മാനേജ് ചെയ്യാനുള്ള കാര്യങ്ങൾ പറയും. ചെറിയ എക്സസൈസസ് ചെയ്യാൻ അഡ്വൈസ് ചെയ്യും. കുറേ ഇൻറ്റൻസ് ആയിട്ടല്ല, പക്ഷെ എന്നാലും നമുക്ക് മരുന്നുകൾ കൊടുക്കാൻ ധാരാളം ഉണ്ട്. നല്ല രീതിയിൽ റിസൾട്ടും കിട്ടാറുണ്ട്. ഈ പീരീഡ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളെ ഈ മോഡേൺ മെഡിസിനിലാണ് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു മെഡിക്കേഷൻ വരുന്നത്, ആയുർവേദത്തിലാണ്. അത് ഡിപ്പെൻസ് എന്തുകൊണ്ടാണ് പീരീഡ്സിന് ഡിലേ ഉള്ളതെന്നനുസരിച്ചിട്ടാണ്. ഇപ്പം രണ്ടും കോംപ്ലിമെൻ്ററി ആയിട്ട് പോകുന്നു എന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഒരെണ്ണത്തിൽ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആയുർവേദത്തിൽ കിട്ടില്ലെങ്കിൽ മോഡേണിൽ കിട്ടില്ലെങ്കിൽ ആയുർവേദത്തിൽ എന്നുള്ള രീതിയിൽ കോംപ്ലിമെൻ്ററി ആയിട്ടാണ് നമ്മുടെ പീരീഡ്സ് റിലേറ്റഡ് ഇഷ്യൂസിന് ഒരു സൊല്യൂഷൻ കിട്ടുന്നത്. അതും ഈ പറഞ്ഞ പോലെ ഇപ്പോൾ സർജിക്കലി കറക്റ്റ് ചെയ്യേണ്ട എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ടാണ് പീരീഡ്സ് വരാത്തതെന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി നമ്മൾ സർജറി ചെയ്യുകയാണ് നല്ലത്. പക്ഷെ അതല്ല, മിക്ക കേസുകളിലും മെറ്റബോളിസം കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാലോ അല്ലെങ്കിൽ യൂട്രസിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള സർക്കുലേഷൻ അങ്ങനത്തെ കാര്യങ്ങൾ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാലോ പീരീഡ്സ് വരാറുണ്ട്.